നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ പ്രവർത്തകർ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത സ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സിന്ധുജയെ മോശമായി ചിത്രീകരിച്ച VS അച്യുതാനന്ദന്റെ നടപടിക്കെതിരെ KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നാഗപ്പുഴയിൽ പാറമട പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തുന്നു, ജനങ്ങൾ ആശങ്കയിൽ. സീനിയർ സിറ്റിസൺസ് ഹെൽപ്പ് ഡെസ്ക് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തനം തുടങ്ങി. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം നീതി മെഡിക്കൽ സ്റ്റോർ മങ്ങാട്ടുകരയിൽ പ്രവർത്തനം തുടങ്ങി. മരുന്നുകൾക്ക് 10 മുതൽ 50% വരെ വിലക്കുറവ്. വാർത്തകൾ വിശദമായി. ദുരിതമനുഭവിക്കുന്ന കാർഷിക മേഖലയിൽ നിന്ന് അനുദിനം കർഷക തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ആശങ്കാജനകമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അംഗസംഖ്യയിൽ ഏറ്റവും വലിയ ക്ഷേമനിധിയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി എന്ന് പറയുന്നത്. ഏതാണ്ട് 21 ലക്ഷം തൊഴിലാളികൾ ഈ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തവരാണ്. എന്നാൽ ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ പരിമിതി മൂലം അതുതന്നെ കൃത്യമായി ലഭിക്കാത്തത് മൂലം കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവരിൽ വലിയൊരു ഭാഗം ഇപ്പോൾ ക്ഷേമനിധിയിൽ അംശാദായം കുഴൽക്കിണർ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ചാലങ്കോടാണ് സംഭവം. 6 വർഷത്തിലേറെ പഴക്കമുള്ള കുഴൽക്കിണറിന്റെ ഉപകരണങ്ങൾ ചിലർ അപഹരിച്ചുകൊണ്ട് പോകുകയായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. രണ്ടു കാലത്ത് ഒരു 10-20 കൊല്ലമായിട്ടുള്ള കുഴൽക്കിണറാണിത്. ഇത് ഒരുപാട് പേര് വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന ഒരു കുഴൽക്കിണറാണ്. ഒരു 5-6 വർഷമായിട്ട് ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നതാണ്. ഇത് പുറമ്പോക്കിൽ നിൽക്കണമെന്നും പറഞ്ഞ് കുറച്ച് രാത്രി വന്ന് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനോടനുബന്ധിച്ച് കുട്ടികൾക്ക് പാർക്ക് ഒരുങ്ങുന്നു. കുട്ടികളും പോലീസും തമ്മിൽ അടുപ്പം വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ പോലീസ് ചീഫ് ജോർജ് വർഗീസ് പറഞ്ഞു. ജനമൈത്രി എന്ന് പറയുമ്പോൾ ജനങ്ങളോടുള്ള ബന്ധം വരുമ്പോൾ കുട്ടികളുടെ ഉയർച്ച, കുട്ടികളുടെ വളർച്ച, പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പോലീസുകാരുടെ ഒരു പല ഉദ്ദേശ കാര്യങ്ങളും കുട്ടികളിലൂടെ കൊണ്ടുവരാനായിട്ടും കുട്ടികൾക്കൊരു വളർച്ച, അവരുടെ മാനസികമായിട്ടുള്ള വികസനം. പോലീസ് ചീഫും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച പരിശോധന നടത്തി. DYSP ആന്റണി തോമസ്, ഇതര പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത സ്ത്രീകൾക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഉണ്ടായ തെറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവിടുത്തെ പൊതുജനങ്ങളോട്, ഹിന്ദു സമാജത്തോട് മാപ്പ് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. കാരണം ഇത് ചെറിയ കാര്യമല്ല. ലോകപ്രസിദ്ധമായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വന്നെത്തുന്നത് മുഴുവനും സ്ത്രീകൾ മാത്രം. ആ സ്ത്രീകളുടെ വർഷത്തിലൊരിക്കൽ മാത്രമുള്ള ഈ ഉത്സവത്തിൽ 50 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്നതിന് ലോകം അംഗീകരിച്ചിട്ടുള്ള ഗിന്നസ് ബുക്കിൽ പേര് വന്നിട്ടുള്ള S പത്മഭൂഷൺ, R കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വസ്തുതർക്കം സംബന്ധിച്ച പരാതിയെ തുടർന്ന് തൊടുപുഴ സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരായ യുവതിയോട് പോലീസ് അപമര്യാദയായി പെരുമാറിയതായി പരാതി. പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പരാതി പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കപ്പെട്ട രോഗിയായ വീട്ടമ്മയോട് SI മോശമായി പെരുമാറിയെന്ന് പരാതി. കുമാരമംഗലം ഈസ്റ്റ് കലൂർ വട്ടക്കുഴിയിൽ ആനീസ് ജോണാണ് തൊടുപുഴ SI ക്ലീറ്റസിനെതിരെ പരാതിയുമായി എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ ഇവരെ ശാരീരിക അസ്വസ്ഥത മൂലം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വസ്തുതർക്കം സംബന്ധിച്ച അയൽവാസിയുമായുള്ള പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ കോടതി ഉത്തരവുമായി ചെന്നപ്പോൾ SI പ്രതിഭാഗം ചേർന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ച് കേസെടുത്ത് അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട്, മുഖ്യമന്ത്രി എന്നിവർക്ക് നൽകിയ പരാതിയിൽ അനീസ് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI സാറ്, ഞാൻ എൻ്റെ അയൽവാസിയായിട്ട് ഒരു വസ്തു തർക്കത്തിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി സംബന്ധമായിട്ട് എന്നെ വിളിച്ചതാണ്, എന്നെ എതിർകക്ഷിനെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എതിർകക്ഷിയുടെ പരാതിക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് എൻ്റെ പരാതിയുടെ കാര്യം ചോദിച്ചേ ഇല്ല ഒന്നും.
എന്നിട്ട് ആ സാറ് എന്നെ പറയാത്തതൊന്നുമില്ല. എന്നാന്നുള്ളത് ഞാൻ ശരിക്കും ഓർക്കണ പോലില്ല. ആ രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ഈ വസ്തു സംബന്ധമായ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പം ഞാൻ കുടുംബ കോടതിയിലെ കേസ് കൊടുത്തേക്കണത്. അപ്പം അങ്ങനെ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാണ് ഇങ്ങനെ തുടങ്ങിയത്. എന്നതാ ഇപ്പം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ആനീസിനെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് മടക്കി അയക്കുകയായിരുന്നുവെന്ന് എസ് ഐ ക്ലീറ്റസ് പറഞ്ഞു. മോശമായി ഇവരോട് പെരുമാറിയിട്ടില്ല. ഞായറാഴ്ച പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയ ഇവർ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നും എസ് ഐ പറഞ്ഞു. ആലീസ് ജോണിനോട് അപമര്യാദയായി പെരുമാറുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത എസ് ഐക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇന്ദു സുധാകരൻ ആവശ്യപ്പെട്ടു. ആലീസ് ജോൺ കഴിഞ്ഞ ദിവസം ഒരു പരാതിയുമായിട്ട് സമീപിച്ച പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ടുള്ള ഈ കടുത്ത നടപടി വളരെ ഞങ്ങളെപ്പോലെയുള്ളതായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ മഹിളാ കോൺഗ്രസ് അതിശക്തമായിട്ട് പ്രതികരിക്കുന്നു. സ്ത്രീകൾക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ നടപടിക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഏറ്റവും അടിയന്തരമായിട്ട് ഈ പോലീസ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. BBC ന്യൂസ് തൊടുപുഴ. തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. തൊടുപുഴ KKR ജംഗ്ഷനിലാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീവിരുദ്ധ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് VS കൂപ്പുകുത്തിയതിന്റെ ഉദാഹരണമാണ് സിന്ധുജോയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്ന് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. KSU ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന VS അച്യുതാനന്ദന്റെ നാവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രതിഷേധ മാർച്ചാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഓരോ ദിവസം കഴിയുന്തോറും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ VS അച്യുതാനന്ദന്റെ കപടമുഖം അഴിഞ്ഞു വീണുകൊണ്ട് KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി ജിയോ മാത്യു, അക്ബർ TL, KG സജിമോൻ, സിനോജ് കുമാരമംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജീവ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് KSU നേതാക്കളായ ആരിഫ് കരീം, ടോണി തോമസ്, മുനീർ CM, ജെയിംസ് വാഴക്കുളം, അബ്ദുൾ ഷുക്കൂർ, സിറിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴയാറിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഓട്ടോറിക്ഷയിൽ ബോധവൽക്കരണ ഫ്ലെക്സ് സ്ഥാപിച്ച ഓട്ടോ ഡ്രൈവർ ശ്രദ്ധേയനാവുന്നു. തൊടുപുഴ ടൗണിലെ ഓട്ടോ ഡ്രൈവറായ രാജൻ കാട്ടാമ്പള്ളിയാണ് വ്യത്യസ്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നത്. ഓട്ടോറിക്ഷയിലും അല്ലാണ്ടും ഒക്കെ കൊണ്ടുവന്ന് പാലത്തിൽ വന്നിട്ട് താഴത്തേക്ക് ഇടുന്ന ഒരു പ്രവണതയുണ്ട്. അത് പല പ്രാവശ്യം ഞാൻ വണ്ടി കൊണ്ട് നടക്കുമ്പോൾ കാണാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അതിനൊരു ബോധവൽക്കരണമായിട്ട് നമുക്കിപ്പോൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബോധവൽക്കരണമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വെച്ച് അടിച്ചുകൊണ്ട് നടക്കുകയത്. പാടം നികത്തുവാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ പ്രതിഷേധത്തിന് കൊടിയുടെ നിറം ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം ചാലങ്കോട് ഭാഗത്ത് മണ്ണിട്ട ഭാഗത്താണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൊടികുത്തിയത്. CPM, DYFI, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളാണ് നിലനികത്തിൽ തടയുവാൻ രംഗത്തെത്തിയത്. ഇതേസമയം വീട് വയ്ക്കുന്നതിന് മണ്ണിടുന്നതിനെയാണ് ഇവർ എതിർക്കുന്നതെന്ന് സ്ഥലം ഉടമ കാളകുത്തൻ മനോജ് പറഞ്ഞു. ഞാനിവിടെ ഒരു കുറച്ച് സ്ഥലം മേടിച്ച് കുറേ പാവപ്പെട്ടവർക്ക് കുറേ സ്ഥലം ഒരു 5 സെൻറ്റ് വീതം തിരിച്ചു കൊടുത്ത് അവർക്കൊക്കെ വീടുണ്ടാവുമെന്നാണ് ഓർത്തത്. പക്ഷെ അതങ്ങനെ മണ്ണ് അവർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കംപ്ലീറ്റ് രാഷ്ട്രീയക്കാരും കാര്യങ്ങളും എല്ലാ പാർട്ടിക്കാരും ആയിട്ട് വന്നെതിരായിട്ട് ഇവിടെ വന്ന് തടയലും അവരുടെ കൊടികുത്തലും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അപ്പുറത്തെ തോടിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരും അവർ പുറമ്പോക്ക് കൈവയ്ക്കുന്ന ആൾക്കാരും എല്ലാവരും അവർക്ക് കെട്ടിക്കൊടുക്കണം, പിടിക്കണം, എല്ലാം 100 കൂട്ടം പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ നാഗപ്പുഴയിൽ പാറമട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നതായി പരാതി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. നാഗപ്പുഴയിൽ പാറമടകൾ നാട്ടുകാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതായി പരാതി. പഞ്ചായത്തിന്റെയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയും ഒത്താശയോടുകൂടി 1/2 ഡസൻ പാറമടകളാണ് നാഗപ്പുഴ ഇടുമ്പൻമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിക് കേബിളുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് മൂലം കല്ലുകൾ തെറിച്ചു വീണും പ്രകമ്പനം മൂലം വീടുകൾക്ക് വിള്ളലുണ്ടാകുന്നതുമാണ് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളില്ലെന്നാണ് അവർ പറയുന്നത്. 200 മീറ്ററിൻ്റെ അടുത്ത് തന്നെ വീടുണ്ട്. ഇനി അതിനൊക്കെ കൂടുതലായിട്ട് ഇവിടെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇവിടെ 2 ഹൈസ്കൂളുണ്ട്, പള്ളിയുണ്ട്, മഠമുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ ചുറ്റുവട്ടത്തുള്ള ഈ സംഭവം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ പൊടിപടലങ്ങൾ വ്യാപിക്കും. പാറമട ലോബികൾ ഇവിടെ കയറി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് തല്ലിപ്പൊട്ടിച്ച് ഇത് നശിപ്പിച്ച് കളയാണ്. അതുകൊണ്ട് ഈ സമീപവാസികളായ ഞങ്ങൾക്ക് വളരെയധികം ദുരന്തങ്ങൾ
ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 200ഓളം കുടുംബങ്ങൾ കൂട്ടമായി പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ പാറമടകൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ കൈപ്പറ്റാത്ത ചെക്കുകളുടെ വിതരണം തൊടുപുഴ താലൂക്ക് ഓഫീസിൽ നടന്നു. ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ചെക്കുകളാണ് വിതരണം ചെയ്തതെന്ന് റവന്യൂ ഇൻസ്പെക്ടർ മുഹമ്മദ് സഹീർ പറഞ്ഞു. 23-ാം തീയതി നടന്ന ജനസമ്പർക്ക പരിപാടിക്ക് അതിന് മുമ്പായിട്ട് ലഭിച്ച അപേക്ഷകളിൽ നിന്നും തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിൽപ്പെട്ട ചെക്കുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച അപേക്ഷകൾ അത് പ്രോസസ്സ് ചെയ്ത് ഈ ആഴ്ച തന്നെ ചെക്ക് എഴുതി അത് രജിസ്റ്റർ ചെയ്ത് ചെക്ക് എഴുതി അടുത്ത തിങ്കളാഴ്ച മുതൽ അതിൻ്റെ വിതരണം ഇവിടെ തുടങ്ങുന്നതാണ്. അങ്ങനെ 1330 ചെക്കുകൾ 23-ാം തീയതിക്ക് മുമ്പ് പ്രോസസ്സ് ചെയ്തതുണ്ടായിരുന്നു. അത് ഏതാണ്ട് കൊടുത്ത് തീരാറായിട്ടുണ്ട്. 1275 സീനിയർ സിറ്റിസൺസ് ഹെൽപ്പ് ഡെസ്ക് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം നിലവിൽ വരുന്നത്. തൊടുപുഴ സ്റ്റേഷൻ പരിധിയിലുള്ള മുതിർന്ന പൗരന്മാരുടെ വിവരങ്ങൾ സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ ഇവരുടെ വീടുകളിൽ സൂക്ഷിക്കുകയും ചെയ്യും. മുതിർന്ന പൗരന്മാർ സ്റ്റേഷനിൽ വന്നാൽ ഇരുന്ന് സംസാരിക്കുവാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് തൊടുപുഴ ഡിവൈഎസ്പി ആന്റണി തോമസ് പറഞ്ഞു. സീനിയർ സിറ്റിസന് വേണ്ടിയിട്ട് 60 വയസ്സിന് മേൽ പ്രായമുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന സീനിയർ സിറ്റിസൺ മക്കളുടെ ഒന്നും സംരക്ഷണം ഇല്ലാതെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പ് ഡെസ്ക് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അവരുടെ ലിസ്റ്റ് അവരെവിടെയൊക്കെ താമസിക്കുന്നുണ്ട്, ഈ പോലീസ് സ്റ്റേഷൻ യൂണിറ്റിൽ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട് ലിസ്റ്റ് എടുത്ത് ഇവിടെ സൂക്ഷിക്കും. രണ്ടാമത് ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. കൗൺസിലർ നജി ഷാഹുൽ ഹമീദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ആരിഫ ഷംസുദ്ദീൻ, S ഷാജഹാൻ, KK ജോസ്, KP അനിൽ എന്നിവർ പങ്കെടുത്തു. എല്ലാവിധ ഇംഗ്ലീഷ്, ആയുർവേദ, വെറ്റിനറി മരുന്നുകളും 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുറപ്പുഴ, തൊടുപുഴ മേഖലകളിൽ മലമ്പനി ബാധ കണ്ടതിനെ തുടർന്ന് ജീവനക്കാരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനായി സെമിനാർ നടത്തി. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ മിച്ച ബജറ്റിന് ഭരണാനുമതിയായി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ 15,99,00,000 രൂപ വരവും 15,48,91,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റിന് ഭരണാനുമതിയായി. ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിനായി സമീപ പഞ്ചായത്തുകളായ കുടയത്തൂർ, വെള്ളിയാമറ്റം എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് വൈദ്യുത ശ്മശാനം നിർമ്മിക്കുന്നതിനും മൂലമറ്റം ടൗണിൽ പുതിയ മാർക്കറ്റ് സജ്ജമാക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ പ്രവർത്തകർ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത സ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സിന്ധുജോയെ മോശമായി ചിത്രീകരിച്ച VS അച്യുതാനന്ദന്റെ നടപടിക്കെതിരെ KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നാഗപ്പുഴയിൽ പാറമട പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തുന്നു, ജനങ്ങൾ ആശങ്കയിൽ. സീനിയർ സിറ്റിസൺസ് ഹെൽപ്പ് ഡെസ്ക് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തനം തുടങ്ങി.
ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം നീതി മെഡിക്കൽ സ്റ്റോർ മങ്ങാട്ടുകരയിൽ പ്രവർത്തനം തുടങ്ങി. മരുന്നുകൾക്ക് 10 മുതൽ 50% വരെ വിലക്കുറവ്. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.